നമസ്തേ. ഈ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു സബ്ജക്റ്റാണ്. സത്യത്തിൽ ഒരുപാട് ആളുകളുടെ ഒരു സംശയം, കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിക്കലുണ്ട്. വളരെ കാര്യമായിട്ട് തന്നെ ചോദിക്കും. ഞാൻ വ്യത്യസ്തമായിട്ടാണ് ഈ സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. സത്യത്തിൽ മറ്റുള്ള ജ്യോതിഷികൾ അല്ലെങ്കിൽ കൂടുതൽ ജ്യോതിഷ വീഡിയോകൾ കാണാം. നക്ഷത്രഫലം, രാശിഫലം, വാരഫലം, മാസഫലം, വർഷഫലം, അങ്ങനെയുള്ള ഗോചര ഫലങ്ങളെ ബന്ധപ്പെട്ടതും നക്ഷത്രങ്ങളെക്കുറിച്ചുമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അധികം യൂട്യൂബുകളിൽ കാണുക. യഥാർത്ഥത്തിൽ ഭാരതീയ ജ്യോതിഷത്തിന് ഇതുമായി വളരെ കുറഞ്ഞ ബന്ധമുള്ളൂ. പക്ഷേ കൂടുതൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ കൂടുതൽ അറിയുന്ന കേരള സമൂഹത്തിൽ പൊതുവെ അറിയുന്നത് നക്ഷത്രത്തെ ബന്ധപ്പെട്ട് മിക്കവാർക്കും ജ്യോതിഷത്തിലെ ലഗ്നത്തെക്കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ ദശകളെക്കുറിച്ചോ അപഹാരങ്ങളെക്കുറിച്ചോ അറിവില്ല. ഭാരതീയ ജ്യോതിഷം ബേസ് ചെയ്യുന്നത് തന്നെ വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നതും ബേസ് ചെയ്യുന്നതും നക്ഷത്ര ജ്യോതിഷത്തിലല്ല. നമ്മൾ ദശാപഹാരങ്ങളും ലഗ്നവും ചേർന്ന ജ്യോതിഷ ചിന്താ പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ യവന ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ പാശ്ചാത്യ ജ്യോതിഷമാണ് നക്ഷത്ര ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നക്ഷത്രങ്ങൾ ഒരു ദിശ കാട്ടി അല്ലെങ്കിൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു മാർഗം മാത്രമാണ്. വിദൂരതയിൽ നിൽക്കുന്ന നക്ഷത്രം, ആ നക്ഷത്രത്തിൽ നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന ദൂരത്താണ് ഇന്ന ഭാഗത്താണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രം എന്ന് പറയുന്നത്. ആ നക്ഷത്ര ജ്യോതിഷം യഥാർത്ഥത്തിൽ ഭാരതീയ ജ്യോതിഷത്തിൽ കാര്യമായിട്ട് എടുക്കുന്നതല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ദശാവഹാരങ്ങൾ ചേർന്ന വിംശോത്തരി ദിശ എന്ന് പറയും. അതായത് 120 വർഷം വിംശോത്തരി ദശ ചേർന്ന ലഗ്നഫലചിന്ത, 12 ഭാവങ്ങളും ചേർന്ന ഫലചിന്തയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ജ്യോതിഷം ഉപയോഗിക്കുന്നതും ഭാരതീയ ജ്യോതിഷത്തിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. പിന്നെ എന്തിനാണ് നക്ഷത്ര ജ്യോതിഷം എല്ലാവരും ചെയ്യുന്നത്? എല്ലാ ജ്യോതിഷ പണ്ഡിതന്മാരും നോക്കുമ്പോൾ നക്ഷത്ര ജ്യോതിഷം കാരണം വേറൊന്നുമല്ല, കൂടുതൽ ആളുകൾക്കും നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ അശ്വതി നക്ഷത്രത്തിലാണ് അല്ലെങ്കിൽ ഭരണി നക്ഷത്രത്തിലാണ് അല്ലെങ്കിൽ പൂര നക്ഷത്രത്തിലാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ആ ജ്യോതിഷ പങ്ക്തികൾ നോക്കാനും കാണാനും ഇഷ്ടംപോലെ ആളെ കിട്ടും. യഥാർത്ഥത്തിൽ തെറ്റായ പ്രയോഗമാണ്, തെറ്റായ രീതിയാണ്, തെറ്റായ അവസ്ഥയുമാണ്. കാര്യം അതൊരു പൂർണ്ണമായ ജ്യോതിഷ ചിന്താ പദ്ധതിയേ അല്ല, ഭാരതീയ ജ്യോതിഷ ചിന്താ പദ്ധതിയിൽ പെടുന്നതുമല്ല. അത് യവനന്മാരുടെ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ ജ്യോതിഷ ചിന്താഗതിയാണ്. നമ്മൾ ഒരിക്കലും നക്ഷത്ര അല്ലെങ്കിൽ രാശിഫലം, നക്ഷത്രഫലം എന്ന് പറയുന്നതിലല്ല ശരിക്കും ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ചിന്താ പദ്ധതിയിൽ ലഗ്നം, ദശ, അപഹാര, ഛിദ്രം, ദശ, അപഹാരം, ഛിദ്രം, ഇതാണ് 6 പിരിവാണ്. പ്രാണൻ, ദേഹം, സൂക്ഷ്മം എന്ന് പറയുന്ന 3 കൂടി വേറെയുണ്ട്. പക്ഷെ ദശ, അപഹാര, ഛിദ്രം എന്ന് പറയുന്ന പ്രധാനമായ ജീവിതത്തിലെ സംഭവങ്ങളെ നിർണ്ണയിക്കുന്നതിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഓരോ സംഭവങ്ങളെ നിർണ്ണയിക്കുക എന്ന് പറഞ്ഞാൽ ഏതേത് ദശകളിൽ എങ്ങനെ നടക്കും എന്നത് നോക്കിക്കൊണ്ടാണ്. ഇപ്പോൾ 7ാം ഭാവാധിപൻ്റെ, 3ാം ഭാവാധിപൻ്റെ, അതുപോലെ 11ാം ഭാവാധിപൻ്റെ ദശ അല്ലെങ്കിൽ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ 3, 7, 11 ഭാവബന്ധം വരുന്ന ഗ്രഹങ്ങളുടെ ദശ, അപഹാര, ചിത്രങ്ങളിലാണ് വിവാഹം നടക്കുക. അപ്പോൾ നമുക്ക് അതറിയാതെ ഇന്ന നക്ഷത്രത്തിന് വിവാഹം കഴിഞ്ഞു എന്നോ അല്ലെങ്കിൽ നക്ഷത്രഫലം ഇന്നതാണെന്നോ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഇന്ന ഫലമാണെന്നോ പറയുന്നത് സത്യത്തിൽ തെറ്റായ ഒരു രീതി തന്നെയാണ്, തെറ്റാണെന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് അതേ മനസ്സിലാവുള്ളൂ എന്നതുകൊണ്ടാണ് എല്ലാ ജ്യോതിഷികളും ഒരുപക്ഷെ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നത്. ഞാൻ ജ്യോതിഷികൾക്ക് അല്ലെങ്കിൽ സാമാന്യ ജനത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി കേരളത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് ആളുകൾ മാത്രമാണ് ദശാവഹാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നം എന്ന് പറയുന്ന ജ്യോതിഷത്തിലെ പല വിഭാഗങ്ങളിൽ പ്രശ്നം, മുഹൂർത്തം, ജ്യോതിഷം, ജാതകം എന്ന 3 രീതിയുണ്ട്. പ്രശ്നം, മുഹൂർത്തം, ജാതകം, ഗോളം, ഗണിതം, പിന്നെ നമ്മൾ ഇതാണുള്ളത് ഹോര, പിന്നെ നിമിത്തം, ഇതൊക്കെ കണക്കാക്കുന്ന ഒരു ശാസ്ത്രം. അങ്ങനെ 3ആയിട്ടാണ് ജ്യോതിഷത്തിനെ നമ്മൾ തിരിക്കുന്നത്. അതിൽ 3ൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോരയിൽ ജാതകം, പ്രശ്നം, മുഹൂർത്തമാണ്.
അതിൽ തന്നെ കേരളത്തിലെ പ്രശ്നത്തെയാണ് കൂടുതൽ എടുത്ത് ചെയ്യുന്നത്. ജാതകവും മുഹൂർത്തവും നമുക്ക് ആവശ്യമാണ്. ഇതിൽ വരുമ്പോൾ തന്നെ ഇതെല്ലാം വരുന്നത് ദശാവഹാരങ്ങളിലൂടെയാണ്, അല്ലാതെ നക്ഷത്രങ്ങളിലല്ല. ദശാവഹാര ചിത്രങ്ങളിലൂടെയാണ് അതിൻ്റെ എല്ലാ പൂർണ്ണതയും വരിക. ഏത് ദശയാണ് നമുക്ക് നടക്കുക? 1, 5, അതായത് ഒരു നല്ല ജാതകത്തിന് വേണ്ടത് പ്രധാനമായിട്ടും ലഗ്നവും ലഗ്നാധിപൻ്റെയും ശുഭത്വവും, രണ്ടാമത് നല്ല ദശകൾ 1, 5, 9 ഭാവബന്ധം വന്ന, അല്ലെങ്കിൽ നൈസർഗിക ശുഭന്മാരായ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ പൗർണമി ചന്ദ്രൻ്റെയോ ദൃഷ്ടിയോ യോഗമോ കിട്ടിയ ഗ്രഹത്തിൻ്റെ ദശയോ അപഹാരമോ, ആധിപത്യ വിശേഷമുള്ള ദശകൾ, ആധിപത്യ വിശേഷമുള്ള ഗ്രഹങ്ങളുടെ ദശകളും അപഹാരങ്ങളും നല്ല പ്രായം മുതൽ 20 വയസ്സ് മുതൽ ഒരു 60 വയസ്സ് വരെയുള്ള സമയം കിട്ടുന്ന ജാതകനാണ് ഏറ്റവും നല്ല ജാതക യോഗമുള്ളത്. ലഗ്നബലം വേണം. ലഗ്നബലം എന്തിനാണ്? മോശപ്പെട്ട ജാതകമാണെങ്കിലും നല്ല ജാതകമാണെങ്കിലും ലഗ്നബലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലഗ്നബലം ഉണ്ടെങ്കിൽ എന്തുണ്ട്? അനുഭവം കൂടുതൽ കിട്ടണമെങ്കിലും, മോശം അനുഭവങ്ങൾ വരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ കഴിവുണ്ടാവണമെങ്കിലും ലഗ്നത്തിന് ബലം വേണം. ഇതിൻ്റെ ഒപ്പം വേണ്ടതാണ് നല്ല ദശകൾ. ഏത് ജോലി കിട്ടിയവർക്കും ഗവൺമെൻറ് ജോലിയുള്ളവർക്കും നല്ല ബിസിനസ് നടക്കുന്നവർക്കൊക്കെ ആരുടെ ജാതകം എടുത്ത് നോക്കിക്കോളൂ, നല്ല ദശകൾ അവരുടെ ജീവിതത്തിൽ നല്ല സമയത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും ദശകളാണ് ജാതകത്തിൻ്റെ ഗതി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമുക്ക് കിട്ടാതിരിക്കുക രാഹുവും കേതുവിൻ്റെയും ദശകളാണ്. രാഹുവിനെയും കേതുവിനെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ 1, 5, 9 ഭാവാധിപൻ്റെ ദശകൾ ചിന്തിക്കുന്ന പോലെ തന്നെ രാഹു നൈസർഗിക ശുഭന്മാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിൻ്റെ വീട്ടിലാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുക. അതിന് പ്രത്യേകിച്ചൊരു കാരകത്വം രാഹുവിനില്ല. രാഹു ഗുരുവിൻ്റെ വീട്ടിൽ നിന്നാൽ ഗുരുവിൻ്റെ സ്വഭാവം, ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടി വാങ്ങിച്ചാൽ വിശേഷം. ഗുരുവിൻ്റെ വീട്ടിൽ നിന്ന് മറ്റ് ഭാവബന്ധം വരുന്നത് രാഹുവിന് ഗുണം ചെയ്യില്ല. മറിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി വാങ്ങിക്കുകയോ ശുക്ര ദൃഷ്ടി യോഗങ്ങൾ വരികയോ ബുധൻ്റെ ദൃഷ്ടി യോഗങ്ങൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ രാഹു ശുഭനാകും. ഇപ്പോൾ രാഹു ആണെങ്കിലും കേതു ആണെങ്കിലും ഏത് വീട്ടിലാണോ നിൽക്കുന്നത് ആ വീടിൻ്റെ ഫലമാണ് തരിക. വീടിൻ്റെ ഫലമാണ് തരിക. അപ്പോൾ ദശാപഹാരങ്ങൾക്ക് ഭാരതീയ ജ്യോതിഷത്തിൽ അതീവ പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, ദശാപഹാരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത്. അപ്പോൾ മറ്റ് നക്ഷത്ര ജ്യോതിഷം എന്ന് പറയുന്നത് ഭാരതീയമേ അല്ല. അത് യവന ജ്യോതിഷമാണ്, അല്ലെങ്കിൽ പാശ്ചാത്യ ജ്യോതിഷമാണ്, അല്ലെങ്കിൽ ഭാവങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ജ്യോതിഷ പദ്ധതികൾ യഥാർത്ഥത്തിൽ പുറമേ നിന്ന് വന്നതാണ്. അതിനെ ഭാരതീയവൽക്കരിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ ദശാപഹാരങ്ങൾ. അത് മറ്റെവിടെയും കാണില്ല. വിദേശങ്ങളിൽ ഒരിക്കലും ദശാപഹാരങ്ങളില്ല. പരാശരൻ മാത്രം സൃഷ്ടിച്ചതാണ് വിംശോത്തരി ദശയും. പല ദശകളുണ്ടെങ്കിലും ഏറ്റവും പ്രചാരം നേടിയതും ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വിംശോത്തരി ദശയാണ് ജ്യോതിഷത്തിൻ്റെ, ഭാരതീയ ജ്യോതിഷത്തിൻ്റെ പ്രധാനം. എങ്ങനെ ജ്യോതിഷം വേദങ്ങളുടെ കണ്ണായി നിൽക്കുന്നോ അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെ പ്രധാനമായ കണ്ണിയാണ് ദശാപഹാരങ്ങൾ. അപ്പോൾ ദശാപഹാരങ്ങളിലൂടെ വേണം ഒരു ജാതകത്തെ മനസ്സിലാക്കാനും ചിന്തിക്കാനും. ഇവിടെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് മിക്കവാറും ആളുകളുടെ, ഞാൻ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം, ദശകളെ തീരുമാനിക്കുമ്പോൾ നമുക്ക് ലഗ്നത്തിൻ്റെ 1, 5, 9 അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 1, 10, 9, 10 അതുപോലെയുള്ള 11 അങ്ങനെയുള്ള നല്ല ശുഭഭാവങ്ങളുമായി ബന്ധപ്പെട്ട ദശകളാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുക. അങ്ങനെ നോക്കേണ്ടി വരുമ്പോൾ ലഗ്നം കൃത്യമായിരിക്കണം. ലഗ്നസന്ധിയിൽ ജനിക്കുന്നവർ 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ജനിക്കുന്നവർ മിക്കവാറും 90കൾക്ക് മുമ്പുള്ള ജനനങ്ങളൊന്നും നമുക്ക് ഷാർപ്പ് ടൈമിംഗ് ആയിരിക്കില്ല. അപ്പോൾ ലഗ്നത്തിൻ്റെ സന്ധി നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഫലം തെറ്റിപ്പോകുന്നുണ്ട്. ലഗ്നം ശരിക്കും പറഞ്ഞാൽ ലഗ്നം തെറ്റിയാൽ ഫലം തെറ്റും. ലഗ്നത്തെ ശരി ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഒരു വർക്കാണ്. കിട്ടുന്ന ജാതകത്തിലല്ല ഫലം വരിക. ലഗ്നം ശരിയാക്കിയതിന് ശേഷം ഫലം പറഞ്ഞാൽ മാത്രമേ ഫലം നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും ലഗ്നത്തെ സൂക്ഷ്മീകരിക്കുക. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ എല്ലാ ആശുപത്രികളിലും ഈ സമയം എഴുതുന്നതിന് നഴ്സുമാരും ഇതൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. തീർച്ചയായിട്ടും പണ്ടത് ഉണ്ടായിരുന്നില്ല, സമയം കൃത്യമായിരുന്നില്ല. 10 20 മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ നല്ല വഴിയുണ്ട്. പല രീതിയിൽ പണ്ടുള്ള നഴ്സുമാർക്കും ഡോക്ടർമാർക്കൊക്കെ അറിയാം. അതിനൊന്നും എഴുതാൻ കൃത്യമായിട്ടുള്ളൊരു ആളോ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ലഗ്നത്തെ ശരി ചെയ്യാതെ ഫലം പറഞ്ഞുകൂടാ. ലഗ്നമാണ്
ഈ ദശാപഹാരങ്ങളെ തീരുമാനിക്കുന്നത് ഏത് ആധിപത്യം, വിശേഷ ആധിപത്യമുള്ള ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ഗുണഫലങ്ങളും, വിശേഷമല്ലാത്ത 6, 8, 12 പാപ ആധിപത്യങ്ങളുള്ള ദശകളാണെങ്കിൽ ദോഷങ്ങളുമായിട്ട് തന്നെ വരും. അപ്പോൾ ദശാപഹാരങ്ങളെക്കുറിച്ച് ഭാരതീയ ജ്യോതിഷത്തിൻ്റെ പ്രധാന കണ്ണിയായ ദശാപഹാരങ്ങളിൽ ഊന്നി നിന്ന് ജ്യോതിഷം പഠിക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാരിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതും ജ്യോതിഷികൾ എത്തിക്കേണ്ടതും ഇതുതന്നെയാണ്. നക്ഷത്ര ജ്യോതിഷമല്ല ഭാരതീയ ജ്യോതിഷം, നക്ഷത്രാധിഷ്ഠിതമല്ല ഭാരതീയ ചിന്താഗതി. അത് ദശാപഹാര ചിത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണം ഊന്നി പ്രാധാന്യം കൊടുക്കാനും ജാതക പദ്ധതി തീരുമാനിക്കാനും എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നക്ഷത്ര ചിന്തകളെ കൂടുതൽ കൊണ്ടുവരാതെ ഓരോ ഈ ദശാപഹാര കാര്യങ്ങളെക്കുറിച്ചും ലഗ്നത്തെക്കുറിച്ചൊക്കെ ഊന്നി പറയുന്നതും അതിൻ്റെ ശുഭത്വവും പാപത്വവും എങ്ങനെ വരും എന്നതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം ഭാരതീയ ചിന്താപദ്ധതിയിൽ, ഭാരതീയ വൈദിക ജ്യോതിഷത്തിൽ ദശാപഹാരങ്ങളുടെ പ്രാധാന്യം അതീവ സൂക്ഷ്മമാണ്, അതീവ ശക്തമാണ്, നിർണായകമാണ്. അതില്ലാതെ ജ്യോതിഷം ചിന്തിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഗോചര ഫലമൊന്നും അല്ല, നമുക്ക് ഗോചരം ഒരു വശത്തുണ്ട് എന്നുള്ളൂ. അത് യവന പദ്ധതി അല്ലെങ്കിൽ പാശ്ചാത്യ പദ്ധതിയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ദശാപഹാര പദ്ധതിയാണ് ഭാരതീയമായത്. അപ്പോൾ ഭാരതീയമായ പദ്ധതിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ എല്ലാവരാലും സാധിക്കട്ടെ. എല്ലാവർക്കും അതിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.